ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ശ്രേഷ്ഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർമ്മദോഷ നിവാരണം, സുഖശ്രേഷ്ഠ ജീവനം. ഇന്നത്തെ നമ്മുടെ വിഷയം ശുക്രന് നീചം സംഭവിക്കുകയാണെങ്കിൽ വിവാഹമുണ്ടാവുമോ എന്നാണ്. കഴിഞ്ഞ ആഴ്ച കൺസൾട്ടേഷന് വന്ന ഒരാളുടെ സംശയമായിരുന്നു, ശുക്രന് നീചം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വിവാഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് അത്തരം സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ശുക്രൻ എന്നുള്ള ഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കണം, അല്ലേ? ശുക്രൻ എന്ന് പറയുന്നത് പ്രണയകാരകനാണ്, ആഡംബരകാരകനാണ്. ഭൗതിക ആവശ്യങ്ങളിലാണ് ഒരാൾക്ക് പ്രാധാന്യം ജീവിതത്തിലെങ്കിൽ അവരുടെ ജാതകത്തിൽ ശുക്രൻ പോസിറ്റീവായിട്ടുണ്ടാവും. ആത്മീയതയ്ക്ക് ഗുരുവും ഭൗതികതയ്ക്ക് ശുക്രനുമാണ് എന്നാണ് നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശുക്രാചാര്യരെ നമുക്കൊന്ന് ഓർക്കാം, ആ ഒരു പുരാണ കഥ. അപ്പൊ ശുക്രാചാര്യർ എന്ന് പറയുന്നത് അസുര ഗുരുവാണ്. നമുക്കറിയാം, മഹാബലിയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. വാമനൻ 3 അടി മണ്ണ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുമ്പോൾ ദാനം കൊടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള മഹാബലിയുടെ ദാനം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ ആര് വന്നു കഴിഞ്ഞാലും യഥേഷ്ടം അദ്ദേഹം ദാനം ചെയ്യുമെന്നായിരുന്നു. അപ്പൊ ഇത് കണ്ടിട്ടാണ് ആര് വരുന്നത്? വാമനൻ വരുന്നത്. പക്ഷെ ആ സത്യാവസ്ഥ മനസ്സിലാക്കാതെ മഹാബലി സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ ശുക്രാചാര്യർക്ക് എല്ലാ സത്യവും മനസ്സിലാവുന്നുണ്ട്, മഹാവിഷ്ണു തന്നെയാണ് വന്നിരിക്കുന്ന വാമനാവതാരമായിട്ട് എന്നൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് മഹാബലിയെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ മഹാബലി സമ്മതിക്കുന്നില്ല. കൊടുക്കാനുള്ള, ഞാൻ സമ്മതിച്ചു പോയി കഴിഞ്ഞാൽ ഒരിക്കലും ആ ദാനത്തിൽ നിന്ന് ഞാൻ എനിക്കൊരു തിരിച്ചു പോക്കില്ല എന്നൊക്കെ പറയാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? ശുക്രാചാര്യർ എന്ത് ചെയ്യും? തൻ്റെ രൂപം വളരെ സൂക്ഷ്മമായിട്ട് വളരെ ചെറിയ രൂപത്തിലാക്കി ആ കമണ്ടലിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ച് ദാനം സ്വീകരിക്കാനായിട്ട് വെള്ളം എടുക്കാൻ വാമനെ അനുവദിക്കാത്ത രീതിയിൽ മാറുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ആരാണ് വാമനൻ? ആരാണ്? വിട്ട ആളല്ല, അല്ലേ? അപ്പോൾ ഒരു കോലെടുത്ത് എന്ത് ചെയ്യാണ്? ആ ശുക്രാചാര്യരുടെ കണ്ണിലേക്ക് ഒന്ന് കുത്തുകയാണ്. അപ്പം അങ്ങനെ ശുക്രാചാര്യരുടെ കണ്ണ് എന്ന് പറയുന്നത് നഷ്ടമായിട്ട് പോവാണ്. അപ്പൊ പിന്നെ വേദന കൊണ്ട് അതിൽ നിന്ന് വെളിയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലായി. അങ്ങനെ വെളിയിലെത്തുകയും പിന്നെ ആ ദാനം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ശുക്രാചാര്യരുടെ ഒരു കണ്ണ് നഷ്ടമായി പോയി എന്നുള്ളതാണ്. അപ്പൊ നമുക്കിനി ജ്യോതിഷത്തില് ഈ ഗ്രഹത്തിന് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഗുരു പാർത്താൽ കോടി നന്മ എന്ന് കേട്ടിട്ടുണ്ടാവും. അതൊരു തമിഴിലുള്ള ഒരു ഫ്രേസാണ്. അപ്പൊ അതായത് ഗുരുവിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് അത്രത്തോളം പ്രസിദ്ധമാണ്. അതേസമയം ശുക്രനും പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രഹമാണ്. എങ്കിലും ഒറ്റക്കണ്ണൻ എന്നുള്ള ശുക്രാചാര്യരെ നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. അപ്പൊ ശുക്രന്റെ ദൃഷ്ടിക്ക് എന്ന് പറയുന്നത് ഒരു 50% റിസൾട്ടാണ് കൊടുക്കാൻ കഴിയുക. അപ്പൊ ഗുരുവിന്റെ ദൃഷ്ടിക്കാണോ ഫലം കൂടുതൽ, ശുക്രന്റെ ദൃഷ്ടിക്കാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ 1,00,000 രൂപ കൊടുക്കാൻ തയ്യാറായിരിക്കും ഗുരുവെങ്കിൽ 50,000 രൂപ കൊടുക്കാനായിരിക്കും ശുക്രന് സാധിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇത്തരം പുരാണ കഥകളിലൊക്കെ കൂടെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ജ്യോതിഷവുമായിട്ടുള്ള ഗ്രഹങ്ങളുടെ കാരകത്വവുമായിട്ടൊക്കെ നമുക്ക് അത് സമന്വയിപ്പിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് വരാനും ജ്യോതിഷം കുറച്ച് നല്ല ലളിതമായ രീതിയിൽ അതൊക്കെ മനസ്സിലാക്കാനും സാധിക്കുക എന്നുള്ളത്. അപ്പൊ ശുക്രൻ എന്ന് പറയുന്നത് ഒറ്റക്കണ്ണനാണ്. അപ്പൊ നമ്മൾ ക്യാമറ എന്നുള്ള അതിന്റെ കാരകത്വം ആരായിരിക്കും? അപ്പോ ശുക്രനാണ്, അല്ലെ? അപ്പൊ ഒറ്റക്കണ്ണുള്ള എല്ലാം എന്ന് പറയുന്നത് ശുക്രന്റെ കാരകത്വത്തിൽ വരുന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, അങ്ങനെ ശുക്രന് നീചം സംഭവിക്കുകയാണെങ്കിൽ ഒരാൾക്ക് വിവാഹം എന്നുള്ള ഒരു സങ്കല്പം, അല്ലെങ്കിൽ വിവാഹം എന്നുള്ള അത് അവർക്ക് നഷ്ടമാകുമോ ശുക്രൻ നീചം സംഭവിക്കുമ്പോൾ ശുക്രനെന്ന് ഉള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. ശുക്രന് നീചം സംഭവിച്ചു എന്ന് കരുതി മാത്രം വിവാഹം നിഷേധിക്കാനായിട്ട് ഒരിക്കലും പാടില്ല. അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റിവെക്കുക. അത് ശരിയായിട്ടുള്ള ഒരു ഉത്തരമല്ല. ശുക്രന് നീചം സംഭവിക്കുക എന്ന് പറയുമ്പോൾ ശുക്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ശുക്രന് കൂടുതൽ പോസിറ്റീവ് തരാനായിട്ട് ജാതകത്തിൽ സാധിക്കുകയാണെങ്കിൽ എന്തിൻ്റെയൊക്കെ കാരകനാണ്? പ്രണയകാരകനാണ്. ആ പ്രണയം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരാളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാരകത്വം അല്പം കമ്മിയായിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ വിവാഹം ചെയ്യാം,
അപ്പോൾ ഒരു ഹസ്ബൻഡ് ആണോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് ഒരു പാർട്ട്ണർ കിട്ടും. അങ്ങനെ കിട്ടിയിട്ടും പിന്നെ ഒരു വിവാഹം അങ്ങനെയുള്ള രീതിയിലേക്ക് അവർ പോയില്ല. അപ്പോൾ ഒരു തരത്തിൽ ശുക്രന് നീചം സംഭവിക്കുകയാണ് നല്ലതാണെന്ന് തോന്നിപ്പോവാണ് അല്ലേ. അപ്പൊ ശുക്രന് നീചമുള്ള ഒരു പാർട്ട്ണറാണ് നമുക്കെങ്കിൽ അവര് ധൈര്യപൂർവ്വം നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം അല്ലേ. കാരണം അവരൊരിക്കലും തെറ്റിയില്ല എന്നുള്ളത്, വേറൊരാളെ നോക്കി പോയില്ല എന്നുള്ളതിൽ നമുക്ക് ഉറപ്പ് വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്രണയം എന്നുള്ള ആ കാരകത്വം അവർക്കത് കുറവായിരിക്കും. ആ പാർട്ട്ണറെ നന്നായിട്ട് സ്നേഹിക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി ശുക്രന് നീചഭംഗം സംഭവിക്കാം, അങ്ങനെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 3 ഗ്രഹനിലകളാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കാഞ്ചി പെരിയവ അല്ലെ, നമ്മുടെ ഒരു അവതാരം തന്നെയാണെന്ന് പറയാം. അപ്പൊ അവരുടെ ജാതകത്തില് ശുക്രൻ മീനത്തിലാണ്, ഉച്ചനാണ്. അപ്പൊ ഉച്ച ശുക്രൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, ഇങ്ങനെയുള്ള ആഡംബരങ്ങളും ഭൗതിക ആവശ്യങ്ങളും ഒക്കെ കൂടുതലുള്ള ആളായിരിക്കും. അപ്പൊ പക്ഷെ കാഞ്ചി പെരിയവയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്, അവരുടെ ജാതക പ്രകാരം സ്വാമിജിയുടെ ജാതകത്തില് മീനം രാശിയിലാണ് ശുക്രൻ ഉച്ചനായിട്ട് നിൽക്കുകയാണെങ്കിലും കൂടെ തന്നെ രാഹു ബന്ധനത്തിലാണ്. അപ്പൊ രാഹു ആണ് അവിടെ കംപ്ലീറ്റ് കൺട്രോള് എടുത്തിട്ട് ശുക്രനെ അവിടെ 0യിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരേ ഒരു സ്ത്രീ എന്ന് പറയുന്നത് കാഞ്ചി കാമാക്ഷിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് വായിക്കാനിടയായത്. അപ്പൊ അത്രയും ഇതാണ് നമ്മൾ ശുക്രനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ പ്രണയകാരകൻ, ഭൗതികകാരകൻ. അപ്പൊ ഉച്ച ശുക്രൻ എന്ന് പറയുമ്പോൾ അതിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും. അതല്ലെങ്കിൽ ഇതുപോലെ നീചം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ അതിലൊക്കെ കുറച്ച് താല്പര്യം കുറവായിരിക്കും. ഇനി നീചഭംഗം സംഭവിക്കാം, അപ്പൊ അതിനനുസരിച്ച് അടുത്ത ഒരു സ്റ്റേജിലേക്ക് അത് വരും എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും തീരുമാനിക്കണം. ഒറ്റ ലൈനിൽ നമുക്ക് ഒരു ഉത്തരവും ജ്യോതിഷത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 3 ജാതകമാണ് തന്നിട്ടുള്ളത്. ഈ 3 ജാതകത്തിലും 1973 ഗ്രഹങ്ങളുടെ പൊസിഷൻ ഏകദേശം ഇങ്ങനെയാണ്. ആ ഒരു വർഷത്തിലെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ആർക്കൊക്കെ മാറ്റം ഉണ്ടാവില്ല, ശനിക്ക് മാറ്റം ഉണ്ടാവില്ല. ശനിയും കേതുവും കൂടെ, കാരണം 2.5 വർഷം ശനി ഒരു രാശിയിൽ നിൽക്കുന്നുണ്ട്, കേതു 1.5 വർഷം ഉണ്ട്. അപ്പൊ എല്ലാ ഈ 1973 ജനിച്ച എല്ലാവർക്കും ശനിയും കേതുവിന്റെ പ്ലേസ്മെന്റ് സെയിം ആയിരിക്കും, ഗുരുവിന്റെ പ്ലേസ്മെന്റ് സെയിം ആയിരിക്കും. പിന്നെ എന്ന് പറയുന്നത് ചന്ദ്രൻ 2.25 ദിവസം കൊണ്ട് മാറിപ്പോവും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറിപ്പോവും. പക്ഷെ ഈ ഒരു 3 ജാതകം എടുത്തതില് 3ലും ശുക്രൻ ഇവിടെ നീചം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു 3 ആൾക്കും വിവാഹം കഴിഞ്ഞതാണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോണത്. അപ്പൊ ഈ ഫസ്റ്റ് ജാതകനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വിവാഹം ആയിട്ടില്ല എന്നുള്ളതാണ്. സെക്കൻഡും തേർഡും വിവാഹമായിട്ട് സന്താനങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ 3ൽ ആരുണ്ട്, ഗുരു നീചത്തിലാണ്. അത് നമുക്ക് വേറൊരു ദിവസം ചർച്ച ചെയ്യാം ഗുരുവിന്റെ കാര്യം. ഇന്ന് ശുക്രനെ മാത്രം നോക്കാം. അപ്പൊ ഈ ഒരു ജാതകന് വിവാഹമായിട്ടില്ല. അപ്പൊ എന്താ കാരണം, ശുക്രൻ നീചായത് കൊണ്ട് മാത്രമാണോ? പിന്നെ ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ 7ാം ഭാവം, ഭാവാധിപനെ നോക്കണം. അപ്പൊ ഇവിടെ തുലാം ലഗ്നമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഗ്രൂപ്പാണ്. ശുക്രന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഗുരുവിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ശുക്രന്റെ ഗ്രൂപ്പാണ് ഈ ശുക്രന്റെ രാശിയാണല്ലോ തുലാം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സ്വക്ഷേത്ര ഫലവാനായിട്ട്, അപ്പൊ ഇവിടെ ഫലം കിട്ടി, കുജന് ഫലം കിട്ടി. എപ്പോഴും പാപഗ്രഹങ്ങൾക്ക് ഫലം വന്നാല് അത്രത്തോളം മെച്ചമുണ്ടാവും എന്നുള്ളത് നമ്മൾ പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ധൈര്യം, വീര്യം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ അവകാശപ്പെടാം. സാഹസികതയൊക്കെയുള്ള ആളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കുജന്റെ രുചകയോഗം എന്നൊക്കെ പറയും അല്ലെ. കേന്ദ്രഭാവങ്ങളിൽ 4, 7, 10 ചൊവ്വ 10 വരുമ്പോൾ ദിഗ്ബലം കൂടെ വരികയാണ്. അപ്പൊ അവിടെ രുചകയോഗമൊക്കെ ഉള്ളൊരു ജാതകമാണ്. പക്ഷെ ഇവിടെ 7ാം ഭാവവും ഭാവാധിപനും കുജൻ തന്നെ ആയിട്ടുണ്ട്. അത് തുലാം ലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ്. അപ്പൊ അത് മാത്രമാണോ വിവാഹം ഇല്ലാതിരിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. എന്താണ്, യോഗദശകള് വരണമായിരുന്നു. അപ്പൊ ശുക്രൻ നീചായിട്ടുണ്ടെങ്കിലും വിവാഹ യോഗമുള്ള ആ യോഗദശകൾ, തുലാം ലഗ്നത്തിന് വരേണ്ട ദശകൾ എന്ന് പറയുന്നത് ശുക്രദശ, ബുധദശ, ശനിദശ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ ജാതകനെ സംബന്ധിച്ചിടത്തോളം ആദ്യ യോഗദശ തരണത് തന്നെ ശനിദശ 46ാമത്തെ വയസ്സിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ എല്ലാ കോമ്പിനേഷൻസിലും അതുപോലെ തന്നെ നവാംശത്തില് ഗുരുവും ശുക്രനും മേടരാശിയിൽ സ്ഥിതി ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഗുരു ശുക്രൻ ഒരു രാശിയിൽ വരുമ്പോൾ ഒന്നുകിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാവുക, ഇല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം നന്നായിട്ടുണ്ടാവുക. ഇങ്ങനെ 2 ഏതെങ്കിലും ഒന്ന് കൊടുക്കാനുള്ള സാധ്യത. അതിലും കുറെ
സൊല്യൂഷൻസ് വേറെ ക്രൈറ്റീരിയാസ് ഒക്കെ നോക്കണം, എങ്കിലും കോമൺ ആയിട്ട് പറയണമെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്, ഈ നവാംശത്തില് ഈ ശുക്രനും ഗുരുവും മേടം രാശിയിൽ. അപ്പൊ മേടം എന്ന് പറയുന്നത് ശുക്രനാണോ ഫലം കൂടുതൽ, ഗുരുവിനാണോ ഫലം കൂടുതൽ? ഗുരുവിനാണ്, കുജന്റെ സെറ്റ് എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ മേടം രാശിയിൽ. അപ്പൊ ഈ ഒരു ജാതകന് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല എന്നുള്ളതാണ്. ഈ 3 ജാതകനും സാമ്പത്തികം ഉണ്ട്. ഇവിടെ വിവാഹം നടക്കാതിരിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ശുക്രൻ നീചമായിട്ടുണ്ട് എന്നുള്ളത് ഒരു പോയിന്റ് മാത്രമാണ്. അതിൽ ഒരു നീചത്വം സംഭവിച്ചിട്ടുണ്ടെങ്കിലും വിവാഹമാവാം. 7ാം ഭാവം ഭാവാധിപൻ കുജനായി പോയി എന്നുള്ളതുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ യോഗദശകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ ഭാഗത്തിൽ നിന്നും നെഗറ്റീവ്സ് വന്നത് കൊണ്ട് മാത്രമാണ് വിവാഹം എന്നുള്ളത് നടക്കാതിരുന്നത്. ഇനി അടുത്ത ജാതകം നോക്കൂ. ഈ സെക്കൻഡ് ജാതകം എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവിടെ ചന്ദ്രൻ എന്ന് പറയുന്നത് ഉച്ചനാണ്. അതായത് ഇവിടെ രവി വന്നിട്ട് ചിങ്ങം രാശിയിലുണ്ട് അല്ലെ. അപ്പൊ ചന്ദ്രൻ ഇവിടെ വരുമ്പോഴാണ് പൗർണമി ആവുന്നത്. ജസ്റ്റ് പൗർണമിന്ന് കുറച്ചങ്ങോട്ട് മൂവ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ചന്ദ്രന് നല്ല ഫലമുണ്ട്. അപ്പൊ ആ ചന്ദ്രന്റെ ദൃഷ്ടി ആർക്ക് മേലെ വന്നിട്ടുണ്ട്, ശുക്രന് വന്നിട്ട് നല്ല പോസിറ്റീവായി എന്നുള്ളതാണ്. അപ്പൊ അവിടെ ശുക്രൻ പോസിറ്റീവായി. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ ജാതക പ്രകാരം ശുക്രദശ 18 മുതൽ 38 വയസ്സ് വരെ ഈ ജാതകന് ശുക്രദശയും കൂടെ വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവതും എന്ത് ലഗ്നമാണ്, തുലാം ലഗ്നമാണ്. അപ്പൊ ഇവിടെയും വരേണ്ട ദശകൾ എന്തൊക്കെയാണ്, ശുക്രദശ, ബുധദശ, ശനിദശയൊക്കെയാണ് യോഗകാരകനായിട്ട് വരുന്നത്. അപ്പൊ ആ നല്ല യോഗദശ തന്നെ നല്ല പ്രായത്തിൽ, വിവാഹ പ്രായത്തിൽ വന്നതുകൊണ്ട് തന്നെ അനായാസേന എപ്പോഴാണോ വിവാഹം കഴിക്കാന്ന് തീരുമാനിക്കുന്നത് ഉടനെ തന്നെ നടക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ ശുക്രൻ നീച കന്നിയിലാണ് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വിവാഹം നടക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അതാണ് ഈ സെക്കൻഡിൽ പറയാനുള്ളത്. ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നതും ഈ കോമ്പിനേഷൻസ് ഒക്കെ ഏകദേശം കറക്റ്റ് ആണെങ്കിലും ഇവിടെ എന്ന് പറയുന്നത് ലഗ്നം മാറിയിട്ടുണ്ട്. അപ്പൊ ലഗ്നം മാറുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം മാറൂല്ലോ, ഇവിടെ 10ാം ഭാവമായിട്ട് മാറുകയാണ്. അപ്പൊ ധനു ലഗ്നാണ്. അപ്പൊ ഈ ധനു ലഗ്നം ജാതകനെ എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെയും ശുക്രന് നീചം സംഭവിച്ചു. വേറെ ഒരു ഗ്രഹത്തിന്റെയും ശുഭദൃഷ്ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. എങ്കിലും എന്ത് സംഭവിക്കുന്നുണ്ട്, യോഗദശ ശരിയായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് 23-ന് ശേഷം. അപ്പൊ ഇവിടെ ഈ ജാതക പ്രകാരം യോഗദശ എന്ന് പറയുന്നത് സൂര്യൻ, ചൊവ്വ, രവി ഒക്കെ വരികയാണെങ്കിൽ, ഗുരു ഒക്കെ വരികയാണെങ്കിൽ യോഗദശയായിരിക്കും. അപ്പൊ കറക്റ്റായിട്ട് 23-ന് ശേഷം, 23 വയസ്സിന് ശേഷം ഇത്തരം ദശകളിലൂടെയാണ് ഈ ജാതകൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ശരിയായ സമയത്ത് വിവാഹിതനാവുകയും സന്താനങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ശുക്രൻ നീചമായി എന്ന് മാത്രം കരുതിക്കൊണ്ട് വിവാഹം ഇല്ല എന്ന് പറയാനില്ല. ഭാര്യയാണെങ്കിലും അത് പാർട്ട്ണർ, വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരാളെ ഉണ്ടാവുള്ളൂ, നമ്മുടെ ശ്രീരാമചന്ദ്രനെ പോലെ അല്ലേ. അപ്പൊ അത് വളരെ നല്ല കാര്യമില്ലേ. അപ്പൊ അങ്ങനെ ചിന്തിക്കുകയാണ് നമ്മൾ വേണ്ടത് ഈ ഒരു കാര്യത്തിൽ എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ വിഷയവുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.